ബീവിക്ക് നേരിടേണ്ടി വന്ന വലിയൊരു വിപത്ത്, വലിയൊരു അനുഭവം, വലിയൊരു അപവാദ പ്രചരണം. ബനു മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് മുസ്ലിങ്ങൾ മടങ്ങി വരികയാണ്. മദീനയ്ക്ക് സമീപം ഒരിടത്ത് താവളമടിച്ചു. ആ രാത്രി അവിടെ വിശ്രമിച്ചു. പ്രഭാതം വിടരാൻ പോകുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ യാത്രാ സംഘത്തിലുണ്ടായിരുന്നു. അതിരാവിലെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തുപോയതായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. യാത്രാ സംഘത്തിന് പുറപ്പെടാൻ സമയമായി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പല്ലക്ക് തമ്പിന് പുറത്തുണ്ടായിരുന്നു. അവർ മടങ്ങി വന്ന ശേഷം പല്ലക്കിൽ കയറും. പല്ലക്ക് ഒട്ടകപ്പുറത്ത് ബന്ധിക്കും. യാത്ര തുടരും. ഇങ്ങനെയാണ് പതിവായി നടന്നുകൊണ്ടിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പല്ലക്കിനടുത്ത് നിൽക്കുന്നതും കണ്ടവരുണ്ട്. അവർക്ക് പല്ലക്ക് എടുത്ത് ഒട്ടകപ്പുറത്തു വെച്ചു യാത്ര തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ പല്ലക്കിൽ കയറിയിരുന്നില്ല. അവരുടെ കഴുത്തിലെ മാല നഷ്ടപ്പെട്ടിരുന്നു. അത് തിരയാൻ പോയതായിരുന്നു അവർ. മാല കിട്ടി. തിരിച്ചു വന്നപ്പോൾ പല്ലക്കുമില്ല, ഒട്ടകവുമില്ല, വിജനം, ആരുമില്ല. യാത്രാ സംഘത്തിൽ പ്രവാചകനടക്കം ഒരാളും അവിടെ കാണാനില്ല. പല്ലക്ക് എടുത്തു വെച്ചവർക്ക് ഭാരവ്യത്യാസം തോന്നിയില്ല. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹുവിന് 13 വയസ്സ് മാത്രമാണ് പ്രായം. തീരെ മെലിഞ്ഞ പെൺകുട്ടിയായിരുന്നു. മേലാസകലം മൂടിപ്പുതച്ച് അവിടെ തന്നെ കിടക്കുകയാണ് ആയിഷ ബീവി. താൻ ഒട്ടകപ്പുറത്തില്ലെന്ന് മനസ്സിലാക്കി ആരെങ്കിലും തന്നെ തിരഞ്ഞു വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ കിടപ്പിൽ അങ്ങനെ ദീർഘസമയം ഉറങ്ങിപ്പോയി. പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ സൈന്യം വിശ്രമ കേന്ദ്രങ്ങളിൽ നിന്ന് പുറപ്പെട്ട ശേഷം എന്തെങ്കിലും സാധനം മറന്നുപോയിട്ടുണ്ടോ എന്ന് നോക്കാൻ ഒരാളെ പിന്നിൽ വരാൻ വേണ്ടി നിയമിക്കുന്ന പതിവ് ആ കാലത്തിൽ ഉണ്ടായിരുന്നു. സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഇത്തവണ നിയോഗിക്കപ്പെട്ടത്. അദ്ദേഹം സാവകാശം ഒട്ടകപ്പുറത്ത് വരികയാണ്. നിലത്ത് കിടന്നുറങ്ങുന്ന പെൺകുട്ടിയെ അദ്ദേഹം കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയെ ആയിഷ ബീവിയെ ഈ അവസ്ഥയിൽ കണ്ടു അദ്ദേഹം ഞെട്ടിപ്പോയി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. സഫ്വാൻ റളിയല്ലാഹു അൻഹു ഉറക്കെ പറഞ്ഞുപോയി. ശബ്ദം കേട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഞെട്ടി ഉണർന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന് മുമ്പിൽ നിൽക്കുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിക്ക് മുമ്പിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് മുഖം മറച്ചു. മറ്റൊരു നിവൃത്തിയുമില്ലായിരുന്നു. അവർ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകപ്പുറത്ത് കയറിയിരുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ കയർ പിടിച്ചു നടന്നു. അവർ വേഗത്തിൽ സഞ്ചരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും വളരെ വിദൂരം എത്തിയിരുന്നു. വളരെ ദൂര ദിക്കിൽ അവർ എത്തിയിരുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വളരെ ആദരവോടെ മദീനയിലെ വീട്ടിലെത്തിച്ചു. ദീർഘയാത്ര കാരണം ആയിഷ ബീവിക്ക് മദീനയിലെത്തിയ ഉടനെ രോഗം പിടിപെട്ടു കിടപ്പിലായി. 1 മാസത്തോളം അസുഖം നീണ്ടു നിന്നിരുന്നു. ഇതിനിടയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജുവൈരിയ റളിയല്ലാഹു അൻഹായും തമ്മിലുള്ള വിവാഹം നടന്നത്. അവരുടെ ഗോത്രങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. സ്വഹാബികൾ അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്തത്. ഇങ്ങനെ പല സംഭവങ്ങൾ കൊണ്ട് തിരക്ക് പിടിച്ചതായിരുന്നു ആ ദിവസങ്ങൾ. ഈ തിരക്കിനിടയിൽ ആയിഷ റളിയല്ലാഹു അൻഹായുടെ രോഗവിവരങ്ങൾ വേണ്ടതുപോലെ അന്വേഷിക്കാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമയം കിട്ടിയതുമില്ല. കപടവിശ്വാസികൾക്ക് ഒരവസരം വീണുകിട്ടി. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെയും ചേർത്ത് അപവാദം പ്രചരിപ്പിക്കുക. ഇരുവരും ഒന്നിച്ചാണല്ലോ വന്നത്. ആയിഷ റളിയല്ലാഹു അൻഹു എങ്ങനെ സഫ്വാന്റെ ഒട്ടകപ്പുറത്തെത്തി? നാട് മുഴുവൻ കൊട്ടി ഘോഷിച്ചുകൊണ്ട് അപവാദങ്ങൾ പറഞ്ഞു നടക്കാൻ തുടങ്ങി. കപടവിശ്വാസികൾ കഥയുണ്ടാക്കി ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചു. പലരും നെറ്റിചുളിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പരിശുദ്ധയാണ്, ഒരു തെറ്റും ചെയ്യുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിയാണ്, പ്രിയ ഭാര്യയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. അവരെങ്ങനെ സഫ്വാന്റെ കൂടെയായി എന്നുള്ള ഉത്തരമില്ലാത്ത ചോദ്യം. ആശയക്കുഴപ്പത്തിലായി പലരും. തുറന്നു ചോദിക്കാനും വയ്യ. അപവാദം പ്രചരിപ്പിക്കുന്നതിൽ ചില പെണ്ണുങ്ങളും പെട്ടുപോയി. ജയ്ഷിന്റെ മകൾ ഹംന എന്ന് പറയുന്ന സ്ത്രീയും അതിൽ പെട്ട സ്ത്രീയായിരുന്നു. അസാസയുടെ മകൻ മിസ്തഹ് അപവാദം പലരോടും പറഞ്ഞു നടന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധുവാണ് ഈ മിസ്തഹ് എന്ന് പറയുന്ന സ്വഹാബി. സാമ്പത്തിക ശേഷിയൊന്നുമില്ല അദ്ദേഹത്തിന്. അതുകൊണ്ട് അത്യാവശ്യത്തിനുള്ള പണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളായിരുന്നു മിസ്തഹിന് നൽകിക്കൊണ്ടിരുന്നത്. മിസ്തഹ് ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബി കൂടിയാണ്. എന്നാലും അപവാദ പ്രചാരണത്തിൽ അദ്ദേഹവും പങ്കുവഹിച്ചു.
ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ കവിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ധാരാളം കവിതകൾ പാടിയിട്ടുണ്ട്. പക്ഷേ അപവാദ പ്രചരണത്തിൽ കുടുങ്ങിപ്പോയി. മറ്റു പലർക്കും സംശയം തോന്നിയെങ്കിലും പറഞ്ഞു നടന്നില്ല. അവർ ക്ഷമിച്ചു. കപടവിശ്വാസികൾക്ക് ഇതിൽ പരം ഒരു സന്തോഷമില്ല. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് പരസ്യമായി തന്നെ രംഗത്തിറങ്ങി കണ്ടവരോടെല്ലാം വിളിച്ചു പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ വിഷമിച്ചുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രയാസം വിവരിക്കാവതല്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാതാപിതാക്കൾ തീരുന്നു കഴിയുകയാണ്. മകളോട് അവർ ഈ കഥയൊന്നും പറഞ്ഞില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഒന്നും അറിഞ്ഞുമില്ല. രോഗം പിടിപെട്ട് കിടപ്പിലാണല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ രോഗിയായി കിടക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ അവരെ പരിചരിക്കാൻ വേണ്ടി ഉമ്മ വന്നിട്ടുണ്ട്. ഉമ്മയുടെ വാത്സല്യം നിറഞ്ഞ പരിചരണം മാത്രമാണ് അവർക്ക് ആശ്വാസം. പുറത്തെ കഥകളൊന്നും ആയിഷ ബീവി അറിഞ്ഞിട്ടുമില്ല. രോഗം വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ദയാപൂർവം പെരുമാറും. ഇത്തവണ അത് കണ്ടില്ല. ഇടയ്ക്കൊക്കെ വരും, എങ്ങനെയുണ്ടെന്ന് ചോദിക്കും, അത്ര തന്നെ. അതാണ് ആയിഷ ബീവിയുടെ മനസ്സിലുള്ളത്. എന്താണ് ഇങ്ങനൊരു മാറ്റം, എന്താണ് ഇങ്ങനെയൊരു മാറ്റം? ആയിഷ ബീവി അതിശയിച്ചു. ഈ അകൽച്ച അസഹ്യമായി തീർന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ഞാൻ ഉമ്മയുടെ വീട്ടിലേക്ക് മാറി താമസിക്കട്ടെയോ? മാറി താമസിച്ചോളൂ. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതം കൊടുത്തു. ആയിഷ ബീവി വളരെ അത്ഭുതപ്പെട്ടു. എന്തൊരു പണിയാണിത്? തന്നോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞിരിക്കുന്നു. ഇത്തിരി കൂടുതൽ ദയ കിട്ടാൻ വേണ്ടി ചോദിച്ചതാണല്ലോ ഞാൻ. പോകാൻ സമ്മതം തന്നിരിക്കുന്നു. ഉമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോയി. വളരെ ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് ആയിഷ ബീവി ഉമ്മയുടെ കൂടെ ഉമ്മയുടെ വീട്ടിലേക്ക് പോയി. മനസ്സ് നിറയെ വിഷമമായിരുന്നു. അധിക ദൂരമില്ലല്ലോ. ഇടയ്ക്കൊക്കെ ഭർത്താവ് വരും, അന്വേഷിക്കും. പഴയ സ്നേഹപ്രകടനമൊന്നുമില്ല. എന്തോ ഒരകൽച്ച ആയിഷ ബീവിക്ക് തോന്നുകയാണ്. ഉമ്മ, എന്താ ഇങ്ങനെ? എന്നോട് പഴയ സ്നേഹം കാണിക്കുന്നില്ലല്ലോ എന്ന് ആയിഷ ബീവി ആവലാതി പറയുകയാണ് ഉമ്മയോട്. ഉമ്മ പറഞ്ഞു, സ്നേഹമൊക്കെയുണ്ട്, മോൾക്ക് വെറുതെ തോന്നുന്നതാണ്. ഉമ്മ മകളെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് പതിവ്. പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടയ്ക്ക് വരും, മകളെ ആശ്വസിപ്പിക്കും. രോഗകാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാതാപിതാക്കൾ തന്നെ വളരെ കൂടുതൽ സ്നേഹിക്കുന്നു. ഭർത്താവ് മാത്രം അകന്നു പോകുന്നു. എന്താ ഇങ്ങനെ എന്ന് ഉത്തരമില്ലാത്ത ചോദ്യം ആയിഷ ബീവിയുടെ മനസ്സിൽ അലട്ടുകയാണ്. പ്രവാചകന്റെ മനോവിഷമം വളരെ അധികമാണ്. തന്റെ ഭാര്യയോട് ഒന്നും തുറന്നു ചോദിക്കാൻ കഴിയുന്നില്ല. മനസ്സിലെ വിഷമം അസഹ്യമായപ്പോൾ തന്റെ കുടുംബത്തിലെ ചിലരോട് കാര്യങ്ങൾ ചർച്ച ചെയ്തു പ്രവാചകൻ. അവർക്കെല്ലാം ആയിഷ ബീവിയെ പറ്റി നല്ലതേ പറയാനുള്ളൂ. ഉസാമ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു, അങ്ങയുടെ കുടുംബം തന്നെയാണ്. അവരെ കുറിച്ച് നല്ലതു മാത്രമേ ഞങ്ങൾക്കറിയുകയുള്ളൂ. അലി റളിയല്ലാഹു അൻഹു ഓടി വന്നു പറഞ്ഞു, അവരുടെ വേലക്കാരിയോട് അങ്ങ് സംസാരിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേലക്കാരിയോട് സംസാരിച്ചു. വേലക്കാരി പറഞ്ഞു, സത്യവുമായി അങ്ങയെ അയച്ച അല്ലാഹുവാണേ സത്യം. കണ്ണുകൾ ചിമ്മേണ്ട യാതൊരു കാര്യവും ഞാൻ ഇന്നേ വരെ ആയിഷ ബീവിയിൽ കണ്ടിട്ടില്ല. ഒരു കാര്യം പറയാം, അവർ വളരെ ചെറുപ്പമാണ്. അപ്പം ഉണ്ടാക്കാൻ മാവ് കുഴയ്ക്കുന്നതിനിടയിൽ അവർ ഉറങ്ങിപ്പോകും. ആട്ടിൻകുട്ടി വന്ന് അത് തിന്നുകളയും. അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്വത കുറഞ്ഞ ചെറിയൊരു കുട്ടിയല്ലേ ആയിഷ ബീവി എന്ന അർത്ഥം വരുന്ന രീതിയിൽ വേലക്കാരി പ്രവാചകനോട് സംസാരിച്ചു. ഒരു 13-കാരിയുടെ നിഷ്കളങ്കമായ അവസ്ഥയെക്കുറിച്ചാണ് വേലക്കാരി പ്രവാചകനോട് പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ സങ്കടത്തോടുകൂടി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി പള്ളിയിലേക്ക് മടങ്ങി വരികയാണ്. മനസ്സ് ഇളകി മറിയുകയാണ് പ്രവാചകന്റെ. ആശ്വാസവാക്കുകൾക്ക് ദാഹിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആരുണ്ട് ആശ്വാസം പകരാൻ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആശ്വാസം പകരാൻ പറ്റുമോ? സ്വന്തം മകളെ പറ്റിയല്ല ആരോപണം. എല്ലാം ആ മുനാഫിഖിന്റെ പണിയാണ്, അബ്ദുല്ലാഹിബ്നു ഉബയ്യിന്റെ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ രോഗം കുറഞ്ഞു വന്നു. ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒന്ന് പുറത്തിറങ്ങണമെന്ന് തോന്നുകയാണ്. കൂടെ സഹായത്തിന് ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധുവാണ് ആ സ്ത്രീ. അവരുടെ മകനാണ് മിസ്തഹ്. അപവാദം പ്രചരിപ്പിച്ചിരുന്ന, ബദറിൽ പങ്കെടുത്തിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധനം സഹായം നൽകിയിരുന്ന മിസ്തഹ് എന്ന് പറയുന്നവരുടെ ഉമ്മയാണ്
ആയിഷ ബീവിയുടെ കൂടെ നടക്കാനിറങ്ങിയ ആ സ്ത്രീ. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീ വസ്ത്രം തട്ടി വീണു. മിസ്തഹ് നശിക്കട്ടെ! വീണപ്പോൾ അവരെങ്ങനെ പ്രാഗി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആശ്ചര്യത്തോടെ ചോദിച്ചു, ബദറിൽ പങ്കെടുത്ത ഒരാളെ പറ്റി ശാപവാക്കുകൾ പറയുകയാണോ? നിങ്ങൾക്കിതെന്തു പറ്റി? സ്വന്തം മകനാണെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മു മിസ്തഹ് ചോദിച്ചു, മോളെ, അവൻ പറഞ്ഞു നടക്കുന്നതൊന്നും നീ അറിഞ്ഞില്ലേ?